ഹലോ ഗൈസ്, ഏകദേശം ഒരു ഡെക്കേഡോളം കാത്തിരിക്കുക, അതിനുശേഷം ഒരു സിനിമ ചെയ്യുക, അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് അരി ആസ്റ്ററിനെ കുറിച്ചാണ്. പുള്ളി ഏകദേശം ഒരു ഡെക്കേഡിന് മുന്നേ തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ആരംഭിച്ചു. ആ ഒരു സ്ക്രിപ്റ്റ് എഴുതിയതിനു ശേഷം പല സ്റ്റുഡിയോസിനെ എല്ലാം സമീപിച്ചു. പക്ഷേ അതൊരിക്കലും പുള്ളിക്ക് ഒരു സിനിമയാക്കി മാറ്റാനായിട്ട് പുള്ളിക്ക് സാധിച്ചില്ല. പുള്ളി വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. പുള്ളിയുടെ ആദ്യത്തെ സിനിമയായിരിക്കണം അതെന്നെല്ലാം പുള്ളി വളരെയധികം പ്രതീക്ഷയോടെ നോക്കി നിന്നതാണ്. പക്ഷേ അതൊരിക്കലും ഒരു സിനിമയായിട്ട് വരാനായിട്ട് അത് സാധിച്ചില്ല. അതിനുശേഷം പുള്ളി 3ഓളം സിനിമകൾ ചെയ്തു. ആ സിനിമകളെല്ലാം വളരെയധികം ഹൊറർ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. അതിനും ശേഷം ആ ഒരു പഴയ സ്ക്രിപ്റ്റിനെ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ കോവിഡ് പാൻഡമിക്കിൻ്റെ ആ ഒരു സമയത്ത് ന്യൂ മെക്സിക്കോയിൽ ഒരു ടൗണിൽ നടക്കുന്ന പലയധികം മനുഷ്യരുടെ കഥകളാക്കി പുള്ളി മാറ്റി. ആ ഒരു സിനിമയാണ് എഡിങ്ടൺ. ഈ വരുന്ന ജൂലൈ 18-ാം തീയതിയാണ് അത് ഒഫീഷ്യലായിട്ട് തിയേറ്ററിൽ റിലീസാവുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. ഇനി വരുന്ന ജൂൺ 12-ാം തീയതി നമ്മുടെ സിഡ്നി ഫിലിം ഫെസ്റ്റിവലിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്.